എന്തായി? പഠിച്ചല്ലോ. ഇനി അടുത്ത നൂലെടുത്തു. ഇതിനോട് ചേർത്ത് Ich bin etwas beschäftigt. Nochmal vielen Dank. Und 73, Herr Braun. അയാൾ അന്ന് പറഞ്ഞൊക്കെ അതേപടി ഉണ്ട് ഡിസൈനിൽ. ആ പുസ്തകങ്ങളെല്ലാം നോക്കിയല്ലേ വരച്ചത്. ഇപ്പൊ എന്തുവായി പറയുന്നത്? നമ്മളയച്ച ഡിസൈനൊക്കെ ബ്രൗണിന് കിട്ടി. പക്ഷേ മോട്ടോർ ബൈക്ക് എഞ്ചിൻ അത് താങ്ങില്ല. 600 cc എങ്കിലും വേണം. നമ്മളിതിനിപ്പോൾ ഇവിടെ പോവും. നമുക്കൊന്നുകൂടെ മാറ്റി വരയ്ക്കാം നമ്മുടേതായ രീതിയിൽ. എനിക്കെന്തോ ഇത് പോരാന്നൊരു തോന്നൽ. എന്നിട്ട് ഒരു മോട്ടോർ കാറിൻ്റെയോ ജീപ്പിൻ്റെയോ എഞ്ചിൻ എടുക്കാം. അത് കട്ട് ചെയ്ത് സിലിണ്ടറിൻ്റെ എണ്ണം പാതിയാക്കാം. അത് ചിലപ്പോൾ ശരിയാവും. ഹാമിൽ ഇപ്പോൾ ബ്രൗൺ അതും പറഞ്ഞു. ഈ ജർമ്മനി പലരും അത് ചെയ്യുന്നുണ്ട്. ഫോക്സ് വാഗൺ എഞ്ചിൻ ഉണ്ടായി മുറിച്ച് ഹാഫ് ഫോക്സ് വാഗൺ എന്ന പേര്. ഹാഫ് ഫോക്സ് വാഗൺ. അങ്ങനെയാണ് അതൊരെണ്ണം സംഘടിപ്പിക്കണം. എവിടെ നിന്ന്? അതിന് നമ്മളെവിടെ പോകും? പാപ്പയല്ലേ പറഞ്ഞ് ആഗ്രഹം സത്യമുള്ളതാണ് നടന്നിരിക്കുമെന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പല ഒരു സത്യമില്ല. എന്താ ചേച്ചി, 2 സീറ്റ് കവർ തിന്നണം. നിറയെ പറവകളുടെ ഒക്കെ പടമുള്ളത്. ആ, വിമാനം റെഡി ആകുമ്പോഴേക്കും ഞാൻ തയ്ച്ചു വെച്ചേക്കാം. എന്നിട്ട് ഏതുവരെ ആയി നിങ്ങളുടെ പറക്കൽ? ഇനി ഒരുപാട് താമസിക്കത്തില്ല ചേച്ചി. ഹാഫ് ഫോക്സ് വാഗൺ, അതായത് ഫോക്സ് വാഗൺ എഞ്ചിൻ്റെ പാതി. ബ്രൗൺ മുമ്പ് എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ട്. പാതി മതിയെങ്കിലും നമുക്കിത് എവിടെ നിന്ന് കിട്ടാനാ? വർക്ക്ഷോപ്പിൽ പഴയ കാറൊക്കെ പൊളിഞ്ഞു കിടപ്പില്ലേ? അതിലൊന്നെടുത്ത് നന്നാക്കണം. ഈ എഞ്ചിനൊക്കെ എല്ലാ കാറിനും ഒരുപോലെ അല്ലേ? ഒരുപോലൊക്കെ തന്നെയാ. പക്ഷേ ഈ എഞ്ചിൻ്റെ ഭാരവും പവറും തമ്മിലൊരു അനുപാതമുണ്ട്. അത് ഓരോന്നിലും വേറെ വേറെയാണ്. അതുകൊണ്ടാണ് ഈ ഫോക്സ് വാഗൺ തന്നെ വേണമെന്ന് പറയുന്നത്. അത് തന്നെ വേണമെന്നൊന്നുമില്ല. അതേ ബിൽഡിലൊരെണ്ണം കിട്ടിയാലും മതി. ഒരു 1100 cc 4 സിലിണ്ടർ ഡ്രൈ സമ്പ്, കുറഞ്ഞൊരു 30 HP. പണി ഇച്ചിരി കൂടുന്നേ ഉള്ളൂ. പക്ഷെ അതുപോലൊരെണ്ണം ഈ നാട്ടിലുണ്ട്. കിട്ടത്തില്ല. ഏത്? എൻ്റെ അച്ഛൻ്റെ കാറോ? ഈ പറഞ്ഞൊക്കെ ഒക്കും അതിൻ്റെ എഞ്ചിന്. പറഞ്ഞിട്ട് കാര്യമില്ല. ആ, എന്താ കാര്യമില്ലാത്ത? രാത്രി വീട്ടിൽ വന്നിട്ട് അതിൻ്റെ എഞ്ചിൻ എടുത്തോണ്ടങ്ങ് ഓടിപ്പോയാ പോരെ? ആരറിയണ? പറയാൻ എളുപ്പമാ, പക്ഷെ വരും വരായികളൊക്കെ നോക്കണ്ടേ മോളെ. കളി പറഞ്ഞൊന്നുമല്ല. അതേ മുൻപിലുള്ളൂ എങ്കിൽ അതാണ് വഴി. ഇല്ലാത്തവരുടെ മുതലൊന്നല്ലല്ലോ മോഷ്ടിക്കുന്നത്. പിടിച്ചകത്ത് കിടക്കും. അതുകൊണ്ട് പറക്കലും തീരും. പിടിക്കാതിരുന്നാ പോരെ. അതിനുള്ള വഴിയൊക്കെ ഞാൻ ഉണ്ടാക്കിത്തരാം. പിന്നെ കാറേ, അതെൻ്റെ അച്ഛൻ്റെ കാശൊന്നുമല്ല. സിംഗപ്പൂരിന് ശേഖരമാവ കാശ് അയച്ചു കൊടുത്തതാ. ആ കാർ അവിടെ കിടക്കുന്നത് അതെനിക്കിഷ്ടമല്ല. എന്താ ആ കാർ ജാനിയോ എല്ലാം ചെയ്തോ? ശേഖരമാമ അങ്ങനെയൊന്നും വെറുതെ ചെയ്യത്തില്ല. ആനന്ദിന് വേണ്ടി എന്നെ പറഞ്ഞു വെച്ചിട്ടില്ലേ? അതിൻ്റെ ആദ്യ പടിയാ കാറ്. അതിനി നിലത്തോടോടണ്ട. നമുക്കതങ്ങ് പറപ്പിക്കാം. കുരിശു വരയ്ക്കുമ്പോൾ കുറ്റബോധം തോന്നില്ല. എങ്കിടി ഈ കേസ് കർത്താവിൻ്റെ കോടതി തള്ളിപ്പോവും. ഉറപ്പാ. മതിയാക്കിയോ പറക്കാനുള്ള പൂതി? അതങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് തീരുന്ന പൂതിയൊന്നും അല്ലല്ലോ അമ്മേ. എത്ര നാളിരുന്ന് തല്ലിക്കൂട്ടിയതാ. കൂട്ടിയിട്ട് കത്തിക്കുന്ന കണ്ടില്ലേ? പുതിയ വിമാനം ഉണ്ടാക്കണം. ഷെഡി 2 സ്ഥലമില്ല.
തന്നെയല്ലേ വന്നേ? ആ ആരും കണ്ടില്ലല്ലോ? ഇല്ല, ഗേറ്റിന്റെ താക്കോലെന്തേ? പാപ്പ കാർ ഷെഡിൽ നിൽപ്പുണ്ട്. വൈകിട്ട് ഗേറ്റ് പൂട്ടാൻ പോയത് ഞാനാ, പക്ഷെ പൂട്ടിയില്ല. വെറുതെ താഴട്ടേ ഉള്ളൂ. കയറി വരണ്ടായിരുന്നല്ലോ. പോയിക്കോ, ആരെങ്കിലും ഉണർന്നാലോ? ഇതിലെ താഴോട്ടം ഉരുട്ടിയാലോ? വഴി കൂടി ഇങ്ങനെ ആരെങ്കിലും കണ്ട ആരും വരില്ലെന്നേ. പാലത്ത് കയറ്റി തള്ളാം, ഒഴുകി പോയിക്കോളും. ആരും ഒരു അനക്കം കേട്ടില്ലെന്ന് പറഞ്ഞ അമ്മാതിരി പ്രൊഫഷണൽ കക്ഷികളായിരിക്കും അവന്മാര്. ചെക്ക് പോസ്റ്റിൽ അലർട്ട് കൊടുത്തിട്ടുണ്ട്, വണ്ടി പുറത്ത് പോയിട്ടുണ്ടാവില്ല. പോർട്ടലുണ്ടല്ലോ കുറെ വരുത്തന്മാര്, അവന്മാരുടെ കളത്തിൽ തന്നെ കാണും. ആദ്യം താനത് കണ്ടുപിടിക്കും, പിന്നെ അവൻ ആയുസിൽ വെളിയിറങ്ങാതിരിക്കാനുള്ള പണി ഞാൻ ചെയ്തോളാം. ആ അത് പിന്നെ ഞാൻ ചെയ്തു തരാതിരിക്കുമോ? വണ്ടി ഞാൻ ഈ മുറ്റത്ത് കൊണ്ടിടും. ആ ആ അളിയൻ കാറുമായിട്ട് വരുമെന്ന് വിചാരിച്ച് 2 മണിക്കൂർ എയർപോർട്ടിൽ കാത്തിരുന്നു. അപ്പോഴാ സുഗുണം വന്ന് കാര്യം പറഞ്ഞ് ഒരു ടാക്സി എടുത്ത് ഇനി പോന്നു. പെങ്ങള് വെളിയിലുവാ. അളിയോ, ഇവരെ കൂട്ടാൻ രാവിലെ എയർപോർട്ടിൽ പോകാൻ ഇറങ്ങിയതാ. അപ്പോഴല്ലേ സംഭവം. അമ്മയ്ക്ക് സുഖമാണോ? അമ്മയ്ക്ക് ഞാൻ 1-2 സ്പെഷ്യൽ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാലും എന്റെ ഗീതേ, ഇവിടുന്നൊക്കെ കാറ് മോട്ടിച്ചെന്ന് പറഞ്ഞാ ഒക്കെ അറിയുന്നവരല്ലേ? കേട്ടപ്പോ ഞാനൊന്ന് അതിശയിച്ചു പോയി. ഞാനെടുത്ത് വെച്ചോളാം. ആരാണെങ്കിലും 2 ദിവസത്തിനുള്ളിൽ SI സാറ് പൊക്കും. പിന്നെ അവൻ പണ്ട് കുടിച്ച മുലപ്പാൽ വരെ ഛർദിക്കും. ഒരു വല്ലാത്ത വരവായി പോയി. എന്റെ മോളിങ്ങ് വന്ന് ചോദിക്കട്ടെ. നീ ഇങ്ങ കയറി പോരെ, കാറിന്റെ കാര്യമൊക്കെ ഒരാണുങ്ങൾ നോക്കട്ടെ. അതെന്താടി, എന്റെ മോനാണല്ലേ? ആണൊക്കെ തന്നെയാ, പക്ഷെ അവനെ കൊണ്ട് ഇതൊന്നും പറ്റില്ല. ഭയങ്കര പേടിത്തോറിയാ. സ്വപ്നമേ വിചാരിച്ചില്ല ഇത്തവണ വരാൻ പറ്റുമെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ കാണുമെന്ന് പറഞ്ഞ് അവിടെ ഉള്ളവരുടെ പണി കൂടെ ഏറ്റെടുത്തതാ. ഇയാളുടെ ഒറ്റ നിർബന്ധമാ, ഇല്ലെങ്കിൽ ഈ വരവുണ്ടായില്ല. ട്രാവൽ ഏജന്റിനെ കണ്ടതും ടിക്കറ്റ് എടുത്തതും ഒക്കെ ഇയാള് തന്നെ. പോയാൽ ഇത്തവണ എന്റെ പ്രൊമോഷന്റെ കാര്യം കുഴപ്പത്തിലാവൂന്ന് പറഞ്ഞിട്ട് ആര് കേക്കാൻ. പണ്ട് മുതൽ ഇവൻ ഇങ്ങനെയാ, നാട്ടിൽ വരാന്ന് വെച്ച ജീവനാ. അല്ലേലും ചെന്നിടത്തുനിന്നാണല്ലോ ചേട്ടന്റെ ഒരു രീതി. ഇപ്പൊ വർഷം 3 കഴിഞ്ഞു നാട്ടിലോട്ടൊന്ന് വന്നിട്ട്. ഇവനേലും തോന്നിയല്ലോ. അവിടെയാണെങ്കിലും അവന്റെ വിചാരം മൊത്തം ഇവിടെയാ, അല്ലയോടാ? അത് പിന്നെ അങ്ങനല്ലേ. തൽക്കാലം ആ വിചാരം മനസ്സിലിരിക്കട്ടെ. പഠിത്തം കണ്ട് പുറത്തെടുക്ക, അത് മതി. എന്ന് കണ്ട അധികം താമസിപ്പിക്കണ്ട, അടുത്ത വരവ് നമുക്കതൊക്കെ നടത്താം. അതെ അതെ. ഇവളിപ്പോ പ്രീ ഡിഗ്രി കഴിഞ്ഞു, അടുത്തത് MBBS. അതങ്ങ് സിംഗപ്പൂര്. പഠിത്തത്തിനിടെ കല്യാണം നടത്താം. അതൊക്കെ അങ്ങനെ മതി, ഇവന്റെയും പഠിത്തം കഴിയണ്ടേ. എന്ത് പറ്റി? What happened, la? എന്താ മോനെ? Mulla. See, you do like this. എങ്ങനുണ്ട്? ഒന്നുമില്ലെന്നേ, ഇച്ചിരി പച്ചച്ചോറ് ഉരുട്ടിയൊക്കെ വിഴുങ്ങിയാ മതി. You should have been careful. അച്ഛ മുള്ളെടുത്ത് വരില്ലായിരുന്നോ? നീ ഒരു പഴം ഇങ്ങോട്ട് എടുക്ക്. തല തട്ടരുത്. Don't do that. മോനെ, ചെയ്യൂ. എങ്ങനുണ്ട്? കുറച്ചെടുത്ത് കൊടുക്കാം. ചവക്കണ്ടങ്ങ് വിഴുങ്ങിക്കോ, ഉള്ളു പൊയ്ക്കോളൂ. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോണോടാ മോനെ.
എങ്ങനെയുണ്ട് മോനെ How do you feel? How do you feel? പോയോ ആ, പോയി അത്രേ ഉള്ളൂ. എല്ലാരും പേടിച്ചു പോലെ. പിന്നെ പേടിച്ചില്ലേ? ഒരു മുള്ളു മതി എന്തെങ്കിലും വരാൻ. കഴിക്കും മോനെ. നമുക്ക് ഇതെടുത്ത് വാതത്തിലോട്ട് വെച്ചാലോ? ജെട്ടിയിൽ ആള് കാണും. അതാ നല്ലത്. ഹോട്ടലിലെ സ്റ്റാഫൊക്കെ ഈ ട്രിപ്പിനാണ് കയറുന്നത്. ഇനി അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ആരെങ്കിലും സംശയിക്കുമോ? എങ്ങനെ സംശയിക്കും? നമ്മളിത് പാതിയാക്കി മുറിപ്പിച്ചു. സീരിയൽ നമ്പറും കുത്തിക്കളെ കേസ് മുഴുവൻ ബഫ് ചെയ്തുകൊണ്ട് ആരും നോക്കിയാലും മുത്തനെന്നേ പറയും. എവിടെയെങ്കിലും പോയി പാപ്പയുടെ പരിചയത്തൊന്ന് ഒപ്പിച്ചാന്ന് പറയാൻ ആരെങ്കിലും ചോദിച്ചാ? ആരോടൊന്നും പറയാൻ നിൽക്കണ്ട. കാർ എഞ്ചിൻ കൊണ്ട് വിമാനം ഉണ്ടാക്കുന്ന ആരും കണക്കൂട്ടില്ല. നല്ല ഒഴുക്കുള്ള നേരമാണ്. നേരത്തോട് നേരം കഴിയുമ്പോൾ അത് ഉള്ളിലോട്ട് പോയിക്കോളും. അതിനി കര കാണില്ല. ജാനകി പേടിച്ചു പോയോ? പേടിക്കാതെ പിന്നെ അല്ലല്ലോ വിളിച്ചിട്ടുണ്ടേ മുറിയിലേക്ക് കയറി വരാൻ. എനിക്ക് ജാനകിയുടെ മുറിയിലേക്ക് വരാൻ വിളിക്കണോ? ജാനകി എന്നെ അങ്ങനെയാണോ കാണുന്നത്? എങ്ങനാണേലും ടേപ്പൊട്ടി ഇപ്പൊ തറയിൽ വീണോ? എന്റെ കയ്യും പൊള്ളി. ഓ നോക്കട്ടെ. വേണ്ട. ആ പിന്നെ ഇത് ഞാൻ ജാനകിക്കായിട്ട് കൊണ്ടുവന്ന. നമ്മൾ രണ്ടും കൂടെ ഈ പാട്ട് കേട്ടോണ്ടിരിക്കുന്നത് ഓർത്തോണ്ടിരിക്കുമ്പോഴാ ഇന്നലെ എൻ്റെ തൊണ്ടയിൽ മുള്ളു കുടിക്കുന്നത്. കേട്ടോണ്ടിരിക്കുന്ന ഓർത്തോണ്ടിരുന്നിട്ട് എന്നിട്ട് ആ മുള്ളു പോയോ? ഒന്നും പറയണ്ട, നക്ഷത്രം പോയില്ലേ. പിന്നെ ഒരു വിധത്തിൽ എങ്ങനെയോ അതങ്ങ് പോയി. എന്നാലേ അത് പോയി കാണില്ല. അതൊരു പ്രത്യേക തരം മുള്ള തൊണ്ടയ്ക്കകത്ത് തന്നെ ഇരിക്കും. എത്രയൊക്കെ പോയെന്ന് തോന്നിയാലും.